നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നത് എനിക്കെൻ്റെ ഉപജീവനം കൂടിയാണ്. കാരണം എനിക്കിന്ന് അഭിനയിച്ചാൽ മാത്രമേ എൻ്റെ കുടുംബത്തിൻ്റെ പട്ടിണി മാറുകയുള്ളൂ. എന്നെപ്പോലെ ആയിരങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഏതാ ഇഷ്ടം, ദോശയാണോ ഇഡ്ഡലിയാണോ? പറഞ്ഞോ. ഉത്തരം പറഞ്ഞത് തെണ്ടിത്തരമാണെന്ന്. നമസ്കാരം. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തൻ്റെ അഭിനയ മികവ് മലയാളികളുടെ മനസ്സിൽ കോറിയിടാൻ സാധിച്ചൊരു നടനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം സന്തോഷ് കീഴാറ്റൂർ. സാർ, 26ാമത് IFFK വന്നെത്തിയിരിക്കുകയാണ്. അപ്പം IFFKയിൽ എങ്ങനെയാണ്? ഒരു സ്ഥിരം സന്ദർശകനാണോ അതോ ആദ്യമായിട്ടാണോ? ഒരിക്കലല്ലല്ലോ. കാരണം എനിക്കൊന്നൊരു 10-20 വർഷത്തിലധികമായിട്ട്, ഈ കഴിഞ്ഞ 2 വർഷം കോവിഡ് കാലം, പിന്നെ അതിന് ഒരു 2-3 വർഷമായിട്ട് ആ നിറം ഇവിടെ ഒരു ഫുൾ ടൈം ഇല്ലാത്തത്. അല്ലാത്ത ഒരു 15 വർഷത്തോളം സ്ഥിരമായിരുന്നു IFFKയിൽ. എന്താണ് IFFKയെക്കുറിച്ചൊരു അഭിപ്രായം? അതായത് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റൊരിടത്തും ഇത്തരം ഒരു ഫിലിം കൾച്ചർ വളർത്തിയെടുക്കാനായിട്ട് അധികം ആരും ശ്രമിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ മലയാളികൾക്ക് അല്ലെങ്കിൽ മലയാളികൾക്കിടയിൽ ഇത്തരം സിനിമയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാനും, അല്ലെങ്കിൽ പുറലോകം കാണാതെ പോകുന്ന എന്നാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറേ സിനിമകളെ സപ്പോർട്ട് ചെയ്യാനും IFFK പോലെ ഒന്ന് നമുക്ക് സ്വന്തമായിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, എന്താ വെച്ചാൽ എപ്പോഴും നമ്മുടെ പുതിയ ഭാവുകങ്ങൾ, പുതിയ സിനിമാ ചിന്തകൾ, ആശയങ്ങൾ ഒക്കെ പിറവിയെടുക്കുന്നത് ഇതുപോലുള്ള സിനിമാ മേളകളിൽ നിന്നാണ്. അപ്പോൾ മലയാളത്തിൻ്റെ സിനിമ ഇത് IFFK വരുന്നതിന് മുന്നേ ഇവിടെ ഫിലിം സൊസൈറ്റി പ്രവർത്തനം, ഫിലിം സൊസൈറ്റി അവരായിരുന്നു ഇവിടെ ഇത് നടത്തിക്കൊണ്ടിരുന്നത്, അന്താരാഷ്ട്ര ചലച്ചിത്രോളം. എന്നാൽ ഇന്ത്യയിൽ തന്നെ ചലച്ചിത്രത്തിന് വേണ്ടി, ചലച്ചിത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അക്കാദമി രൂപീകരിച്ച കേരളത്തിൽ മാത്രമാണ്. അതിനുശേഷമാണ് മറ്റുള്ള സ്റ്റേറ്റുകളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നും കേരളം ഈ സിനിമയെ സ്നേഹിക്കുന്നതിൽ എന്നും മുൻപന്തിയിൽ തന്നെയാണ്. അപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ IFFK വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ IFFKയിലൂടെ തന്നെയാണ് എത്രയോ പുതിയ സംവിധായകരോടൊക്കെ പറയുന്നത് അവരുടെ പുതിയ സിനിമകൾക്ക് മാറ്റം വന്നത്, പുതിയ ചിന്തകൾക്ക് മാറ്റം വന്നത്, രൂപം കൊടുത്തതൊക്കെ IFFKയിൽ നിന്ന് കാണുന്ന സിനിമകളുടെ. കാരണം അത്രയും ലോകത്തിനുള്ള പല ഭാഗത്തു നിന്ന് വരുന്ന സിനിമകളാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സിനിമാ മേളകൾ തന്നെയാണ് നാളത്തെ പുതിയൊരു ഫിലിം മേക്കേഴ്സിനെ വാർത്തെടുക്കുന്നത്. അതിന് IFFK ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം സാറ് പറഞ്ഞതുപോലെ തന്നെ പുതിയ തലമുറയെ, അല്ലെങ്കിൽ സിനിമ ആഗ്രഹിക്കുന്ന, സിനിമയെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പുതിയ ഫിലിം മേക്കേഴ്സിനായാലും ആക്ടേഴ്സിനായാലും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാത്തരം മേഖലയിൽ പ്രയത്നിക്കുന്ന ആൾക്കാർക്കായാലും എത്തരത്തിലാണ് അവരെ IFFK ഇൻസ്പയർ ചെയ്യുന്നതെന്ന് സാറിന് തോന്നുന്നത്? കാരണം നമുക്കറിയാലോ, നമുക്ക് കാരണം ലോകം എന്ന് പറഞ്ഞാൽ അത്രയും വിശാലമാണ്. അപ്പോൾ ഓരോ രാജ്യത്തു നിന്ന് വരുന്ന അവിടുത്തെ സംസ്കാരം, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ രാഷ്ട്രീയം, അവരെങ്ങനെയാണ് സിനിമയിലൂടെ അതിനെ പ്രതിരോധിക്കുന്നത്. കാരണം സിനിമ എന്ന് പറയുന്നത് നമ്മുടെ സിനിമാ മേഖല ഇപ്പം വെറും കച്ചവടം മാത്രമല്ല, പലപ്പോഴും ഒരു സാമൂഹ്യ പ്രതിരോധം കൂടിയാണ്. അപ്പോൾ പല രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന ദരിദ്ര രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന സിനിമകൾ അവിടെ ഇപ്പോഴും സിനിമയിലൂടെയൊക്കെ അവിടെ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലുള്ള സിനിമകൾ കാണുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ളൊരു ഫിലിം മേക്കേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് അതിനെ തേച്ചുമിനിക്ക് വൃത്തിയാക്കിയെടുക്കുക, കാരണം നമ്മുടെ നിലപാടുകൾ എങ്ങനെയാണ് വ്യക്തമാക്കാൻ സാധിക്കുക എന്നതൊക്കെ ഈ IFFKയിൽ നിന്ന് കിട്ടുന്ന ഇൻസ്പിറേഷൻ വലുതാണ്. കാരണം പുതിയ സിനിമകൾ, അവർ പുതിയ മാറ്റങ്ങൾ, ടെക്നോളജിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അവർ കണ്ടൻറ്റിൽ വരുന്ന മാറ്റങ്ങൾ, അഭിനയത്തിൽ വരുന്ന മാറ്റങ്ങൾ, സംവിധാനത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് ദർശിക്കാൻ പറ്റുന്നതാണ് IFFK വേദി. അപ്പോൾ അത് തീർച്ചയായിട്ടും പുതിയ ഫിലിം മേക്കേഴ്സിന്, പുതിയ എഴുത്തുകാർക്ക്, സംവിധായകർക്ക്, ടെക്നീഷ്യന്മാർക്കൊക്കെ അത്രയും വിശാലമായ വേദിയാണ്. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും സിനിമകൾ കാണുക, അവിടുത്തെ സംസ്കാരം എന്താണെന്ന് അറിയുക, അതാണല്ലോ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും സിനിമയെ ഗൗരവമായി എടുക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ പാഠശാലയാണ് IFFK. സാർ, ഇത്തവണത്തെ സിനിമകളൊക്കെ കണ്ടിരുന്നു? ഇന്ന് ഞാൻ 2ാമത്തെ ദിവസമാണ് എത്തിയത്, ഫസ്റ്റ് ഡേ എത്തിയിട്ടില്ല. 2ാമത്തെ ദിവസം ഞാൻ 2 സിനിമ കണ്ടു. 2 സിനിമ കണ്ടതും മലയാള സിനിമയാണ്. അത് തന്നെ വളരെയധികം, കാരണം കണ്ടൻറ് ബേസിലും മേക്കിംഗ് രീതിയിലൊക്കെ വളരെ വ്യത്യസ്തമായ രീതി പുലർത്തിയ 2 മലയാള സിനിമകൾ കാണാൻ സാധിച്ചു. അപ്പം ഇത്തവണത്തെ IFFKയിൽ ഇടം പിടിച്ച മലയാള സിനിമകളെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പം നായാട്ട് പോലെ അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലുള്ള നമ്മുടെ മലയാള സിനിമകളും ഇക്കൂട്ടത്തിലുണ്ടല്ലോ. അപ്പം അത്തരം സിനിമകളെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, ഇപ്പം നായാട്ടും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണൊക്കെ നമ്മൾ തിയേറ്ററിൽ വന്ന് കണ്ടതാണ്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ OTT പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ അത്രയധികം പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമയാണ്. IFFKയുടെ വേദിയിൽ അത് വരുന്നു എന്നുള്ളത് വലിയ സത്യമാണ്, സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണും നായാട്ടൊക്കെ കാണുമ്പോൾ നമുക്കറിയാം, അതൊക്കെ തീർച്ചയായിട്ടും ഈ IFFK പോലെയുള്ള ഈ സിനിമ മേളകളിൽ നിന്നും ഇൻസ്പയർ കൊണ്ടുണ്ടാകുന്ന സിനിമകൾ തന്നെയാണ്. കാരണം അതിൻ്റെ മേക്കിംഗ് രീതിയും കണ്ടൻറ്റിലുണ്ടാക്കിയവരുടെ ശ്രദ്ധയും ഒക്കെ.
അതുപോലെ പുതിയ ഒരുപാട് 12 സിനിമകളുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ സന്തോഷം കൂടി ഇത്തവണത്തെ മേളയിൽ ഞാൻ നായകനാവുന്ന, ഞാൻ നിർമ്മിക്കുന്ന ഒരു സിനിമ ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 12 പുതിയ 12 മലയാള സിനിമകൾ കൂടി ഇതിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. സാറ് പറഞ്ഞു സാറിൻ്റെ സിനിമയും നാളെ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന്. അപ്പം ആ സിനിമയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എന്തൊക്കെ പ്രതീക്ഷകളാണ് ആ സിനിമ നൽകുന്നത്? പ്രതീക്ഷ എന്ന് പറയുന്നത് തിയേറ്റർ റിലീസ് ആവാനല്ലേ പ്രതീക്ഷ. അഭിപ്രായങ്ങൾ പ്രേക്ഷകരിൽ നിന്നുള്ള പ്രേക്ഷകർ കണ്ടിട്ട് പറയേണ്ടതാണ്. അല്ലാതെ ഒരിക്കലും എൻ്റെ ടേസ്റ്റ് അല്ല നിങ്ങളുടെ ടേസ്റ്റ്. അപ്പം ഞാനതിൻ്റെ ഭാഗമായി അങ്ങനെ ഒരു പ്രമേയം ഒരു ടീം വർക്കിലൂടെ ചെയ്യാൻ വേണ്ടി അതിൻ്റെ സംവിധായകൻ ഷെറിയും അതിൻ്റെ ആൾക്കാരും വന്നു. ഞങ്ങളൊരു പണ്ട് മുതലേ അറിയുന്ന ആൾക്കാരാണ്. കോവിഡ് കാലത്ത് അങ്ങനെ സിനിമ ചെയ്യാം, പക്ഷേ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടൻറ്റ് തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഒരുപാട് ട്രാൻസ്ജെൻഡർ സ്റ്റോറികൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നൊരു ക്ലീഷേ വാക്കാണ് വ്യത്യസ്തത എന്നാണെങ്കിൽ പോലും എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തീർച്ചയായിട്ടും അതുതന്നെയാണ്. കാരണം എൻ്റെ കണ്ടൻറ്റിലുണ്ടാവുന്ന ഒരു വ്യത്യസ്തത തന്നെയാണ് ആ സിനിമയെ പ്രേക്ഷകരെങ്ങനെ നോക്കിക്കാണും. ഞാനും കാരണം അത് വലിയ സ്ക്രീനിൽ കാണാൻ വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യാണ്. കാരണം ഇതുവരെ വലിയ സ്ക്രീനിൽ എനിക്ക് ആ സിനിമ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നാളെ പ്രേക്ഷകർ ആ സിനിമ കണ്ടതിന് ശേഷം അവരുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷമായിരിക്കാം ആ സിനിമ എങ്ങനെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അത് അതിൻ്റേതായ രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിയോ, അങ്ങനെ ആ സിനിമ പൂർണ്ണമാവുക. ഒരിക്കലും സിനിമ പൂർണ്ണമാകുന്നത് അത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴാണ്. പ്രേക്ഷകർ അത് സ്വീകരിക്കുമ്പോഴാണ് ആ സിനിമ സംവിധായകൻ ഉദ്ദേശിച്ച പോലെ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാതാവ് ഉദ്ദേശിച്ച പോലെ സിനിമ എത്തിയോ എന്നുള്ളത്. അതിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് പ്രേക്ഷകനാണ്. അപ്പോൾ പ്രേക്ഷകന് നാളെ വിട്ടുകൊടുക്കുകയാണ്. പ്രേക്ഷകന് ഇഷ്ടപ്പെട്ട വളരെയധികം സന്തോഷം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചെറിയ നിരാശ. ഓക്കെ, ഇപ്പം IFFK മാറ്റി നിർത്തിയാൽ മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഒരു വളർച്ച അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഇപ്പോൾ പുതിയ സിനിമകളായാലും ഒരുപാട് പുതിയ പ്രമേയങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളെക്കുറിച്ച് എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇന്ത്യയിൽ തന്നെ നമ്മൾ പല ഭാഗത്തുനിന്ന് പോകുമ്പോൾ പല ഭാഗത്തുനിന്നുള്ള ആൾക്കാരായിട്ട് പരിചയപ്പെടുമ്പോൾ അവരെല്ലാവരും ഉറ്റുനോക്കുന്നത് മലയാള സിനിമയാണ്. കാരണം മലയാള സിനിമയാണ് എന്നും പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഇടക്കാലത്ത് നമുക്കൊരു നിരാശ ഉണ്ടായിരുന്നു. മലയാള സിനിമ ഒരു പിറകോട്ട് പോക്കുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ വലിയ തുറന്നു പറച്ചിലുകൾ, രാഷ്ട്രീയം പറയുന്ന സിനിമകളൊക്കെ വന്നു തുടങ്ങി. കാരണം അത് നമുക്ക് വലിയൊരു ആശയം ഉണ്ടാക്കിയാണ്, ഒരു പ്രതീക്ഷ ഉണ്ടാക്കിയാണ്. അത് ഞാൻ പറഞ്ഞു, അതൊക്കെ ഈ IFFK നിന്ന് കിട്ടുന്ന ഇൻസ്പിറേഷൻ തന്നെയാണ്. അപ്പം പുതിയ കാലത്ത് ഇനി വളർന്നു വരുന്ന ഫിലിം മേക്കേഴ്സിനോട് എന്താണ് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉപദേശമെന്നല്ല എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ എന്തായിരിക്കും പറയുക? എൻ്റെ അനിയത്തി, നമുക്ക് ഉപദേശം പറയാനോ പഠിപ്പിക്കാനോ ഒന്നും അറിയില്ല. പക്ഷേ കുറേ വർഷമായിട്ട്, ഒരു 10-30 വർഷമായിട്ട് അരങ്ങിലും സിനിമയിലും ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ഏത് മീഡിയത്തോടായാലും അതിനെ ഗൗരവത്തോടു കൂടി എടുക്കുക. കാരണം ഈ മേള തന്നെ അറിയേണ്ട ഒരു കാര്യം, കാരണം ലോകത്തിൽ ഒരു സർക്കാരും ചെയ്യാത്തൊരു കാര്യമാണ് ഈ മേളയിൽ 3000 സ്റ്റുഡൻറ്റ് പാസ്സാണ് കൊടുത്തിരിക്കുന്നത്. കാരണം പുതിയ തലമുറയിലേക്ക് സിനിമ കൈമാറുക, സിനിമാ പ്രവർത്തനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസിനോട്, വിദ്യാർത്ഥി സമൂഹത്തോട് പറയുവാനുള്ളത്, 3000-ലധികം വിദ്യാർത്ഥികൾ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആഘോഷപ്പൊലിമയിൽ വീഴാതെ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊന്നും ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല ഈ ലോക സിനിമകൾ കാണുവാനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റി ഇതിൻ്റെ ഈ ആർഭാടത്തിൽ വീഴാതെ നല്ല സിനിമകൾ കണ്ട് പഠിച്ച് നല്ല ഫിലിം മേക്കേഴ്സ് ആവാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തണം. അതുമാത്രമേ പറയുവാനുള്ളൂ. കാരണം എല്ലാ ഫിലിം മേക്കേഴ്സും ഇവിടെ നിലനിൽക്കുന്ന എല്ലാ ഫിലിം മേക്കേഴ്സും അത്രയധികം കഠിനാധ്വാനം ചെയ്തിട്ട് തന്നെയാണ് ഈ മേഖലയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കാളും കുറച്ചും കൂടി എളുപ്പ വഴി ഇപ്പം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അത് വളരെ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫിലിം മേക്കർ ആകാം. ഇല്ലെങ്കിൽ നിങ്ങൾ നല്ല ഫിലിം മേക്കർ ആവില്ല. ഫിലിം മേക്കർ മാത്രമല്ല, നല്ല സിനിമ പ്രേക്ഷകനാവണം. നല്ല സിനിമകളെ കാണുവാനും അതിനെ ഈ മേളകളിൽ മാത്രം വന്ന് സിനിമയെ കൈയടിക്കുകയും തിയേറ്ററിൽ നല്ല സിനിമകൾ വരുമ്പോൾ ആ തിയേറ്ററിൻ്റെ പരിസരത്ത് പോകാതെ നിൽക്കുന്ന ഒരു ട്രെൻഡ് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അത് ഭയങ്കര ദുഃഖം തരുന്നൊരു കാര്യമാണ്. ഇപ്പം ഞാനൊക്കെ ഇപ്പോൾ ഓർക്കുകയാണ്, സിനിമയെക്കുറിച്ച് വലിയൊരു അറിവില്ലാത്ത കാലത്താണ് അടൂർ ഗോപാലകൃഷ്ണ സാറിൻ്റെയും അരവിന്ദൻ സാറിൻ്റെയും TV ചന്ദ്രൻ സാറിൻ്റെയൊക്കെ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു ഗൗരവമുള്ള സിനിമ തിയേറ്ററിൽ പോയാൽ, ഈ ചോദ്യം ചോദിക്കുന്ന നിങ്ങളോട് പോലും ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ല എന്നേ പറയുള്ളൂ. നിങ്ങൾ ടെലിഗ്രാമിൽ നിന്ന് കാണും. അതിൻ്റെ ഒരു കപടത നമ്മുടെ സമൂഹത്തിലുണ്ട്. കാരണം IFFKയിൽ വരുന്നു, ഇവിടെ വരുന്നു, കൈയടിക്കുന്നു, ഇതിൻ്റെ ആഘോഷത്തിൽ ഭയങ്കര നിങ്ങൾ അടിച്ചു പൊളിക്കുകയാണ്. പക്ഷേ IFFK കഴിഞ്ഞാലും സിനിമാ തിയേറ്ററുകളാണ് നമ്മൾ നിലനിർത്തേണ്ടത്. സിനിമാ തിയേറ്റർ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് മതവും ജാതിയും ഒക്കെ വലിയ വിഷയമാകുന്നൊരു കാലത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സിനിമാ തിയേറ്ററിൽ കയറുന്ന ഒരു മനുഷ്യൻ്റെയും ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല സിനിമകൾ കാണുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ഈ വിദ്യാർത്ഥി സമൂഹം കുറേയും കൂടി ഗൗരവത്തോടു കൂടി പുതിയ തിയേറ്ററുകളെ സമ്പുഷ്ടമാക്കണം. അവിടെ ഒരു അടിച്ചുപൊളി സിനിമാ വ്യവസായമാണ്, ഇൻഡസ്ട്രിയാണ്.
ഞാനും ആ വ്യവസായത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ള സിനിമകളും പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ തന്നെ 100 ദിവസം ഓടിയ അടൂർ ഗോപാലകൃഷ്ണ സാറിൻ്റെ ഇതുപോലത്തെ സിനിമകളൊക്കെ, ചിദംബരം പോലെയുള്ള സിനിമകളും ടി വി ചന്ദ്രൻ്റെ പൊന്തന്മാടെയൊക്കെ ഇവിടെ 100 ദിവസം സിനിമാ തിയേറ്ററിൽ ഓടിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒരു ഗൗരവമുള്ള ഒരു സിനിമ, നാളെ നിങ്ങൾക്കും ഒരു സിനിമ എടുത്താൽ ഇതേ ഗതികേട് വരും. ഞങ്ങളും ആ ഗതികേടിലൂടെ പോയ ഒരാളാണ്. സിനിമാ തിയേറ്ററിലേക്ക് ആരും ഉണ്ടാവില്ല, പക്ഷേ IFFK വേദിയിൽ നിങ്ങളെല്ലാവരും വന്ന് അടിച്ചു പൊളിക്കും. അതുണ്ടാവാൻ പാടില്ല. കാരണം സിനിമാ തിയേറ്റർ എന്ന് പറയുന്നത്, സിനിമാ തിയേറ്റർ പോയി സിനിമ കാണുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ സിനിമാ തിയേറ്ററുകൾ നിലനിർത്തേണ്ടത്, കാരണം എല്ലാം മൊബൈലിൽ കാണാം, ലാപ്ടോപ്പിൽ കാണാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു വലിയൊരു സംസ്കാരം ഇവിടെ നശിപ്പിക്കപ്പെടും. അപ്പോൾ തിയേറ്ററുകൾ തിരിച്ചു പിടിക്കണം. തിയേറ്ററുകളെല്ലാം കല്യാണ മണ്ഡപങ്ങളായി മാറുന്നൊരവസ്ഥയിലേക്ക് ഷോപ്പിംഗ് മാളുകളായി മാറുകയാണ്. അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളുകളിലെ സിനിമകളെല്ലാം ആഹാരശാലകളായി മാറുന്നു. കാരണം ഒരു ഷോപ്പിംഗ് മാളിൽ പോയിട്ട് സിനിമ കാണുമ്പോൾ സിനിമ കാണുക എന്നതിലപ്പുറം പോപ്കോൺ കഴിക്കാൻ വേണ്ടി വ്യഗ്രത കൂട്ടുന്ന ഒരു തലമുറ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നല്ല സിനിമകൾ കാണുമ്പോൾ പോപ്കോണിൻ്റെ ശബ്ദമാണ്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതാണ് കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ മലയാളികളുടെ ചില കപടതയും തുറന്നു കാണിക്കേണ്ടതുണ്ട്. അത് ശരിയല്ല. അതിന് നിങ്ങളെപ്പോലെയുള്ള പുതിയ കാലത്ത് സിനിമയെ ഗൗരവമായി എടുക്കുന്ന പുതിയ തലമുറ തിയേറ്ററിൽ ചെന്ന് സിനിമ കണ്ട് ആ സിനിമകളെ വിജയിപ്പിക്കണം. ഓക്കെ സാർ, ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ സിനിമകൾ കാണാതെ തന്നെ, അല്ലെങ്കിൽ ഇപ്പം നന്നായി അതിനെ വിലയിരുത്താതെ, അല്ലെങ്കിൽ അത് പറയാൻ ആഗ്രഹിക്കുന്ന ആശയം എന്താണെന്ന് മനസ്സിലാക്കാതെ സിനിമയിൽ ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം റീസെൻ്റ് ആയിട്ടായെങ്കിലും നമ്മുടെ ജോസ് പല്ലിശ്ശേരി സാറിൻ്റെ സിനിമകളൊക്കെ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭാഷയുടെ പേരിലായാലും ഇപ്പം മറ്റു ചിലതാണെങ്കിൽ അങ്ങനെ ഓരോരോ കാര്യങ്ങളുടെ പേരിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അത്തരത്തിൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? തെണ്ടിത്തരമാണ്. പിന്നെ എന്താ പറയുന്നത്? കാരണം അതെല്ലാം ഇതിൻ്റെ ഒരു അഹങ്കാരത്തിലാണ്. ഈ ഇന്നത്തെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആരെയും എന്തും പറയാം എന്നുള്ളത്. പണ്ട് കാലത്ത് നിരൂപണങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആ നിരൂപണങ്ങൾക്കും കുറച്ചൊരു ഇതുണ്ടായിരുന്നു, ഒരു സത്യസന്ധത ഉണ്ടായിരുന്നു. കണ്ടതിന് ശേഷമാണ് നിരൂപണം എഴുതുക. കാരണം നിരൂപകർ എന്ന് പറയുന്നൊരു വലിയൊരു നിര തന്നെ ഉണ്ടായിരുന്നു. കാരണം അവരുടെ നിരൂപണം വായിക്കുവാൻ വേണ്ടി, അത് സാഹിത്യത്തിലായാലും നാടകത്തിലായാലും സിനിമയിലായാലും സ്പോർട്സിലായാലും അതിനൊരു സത്യസന്ധത ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നതല്ല. ഇന്ന് ആർക്കും ആരെയും തെറി വിളിക്കാം, അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിയെ. കാരണം ഒരു പോപ്പുലർ സിനിമ, ഇപ്പോൾ ആ പോപ്പുലർ സിനിമ ഒരു വലിയ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു സിനിമയെ ഈ മൊബൈൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നൊരു ആയുധം വെച്ചുകൊണ്ട് നിങ്ങളതിനെ തകർക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഉപജീവനം കൂടിയാണ്. കാരണം എനിക്കിന്ന് അഭിനയിച്ചാൽ മാത്രമേ എൻ്റെ കുടുംബത്തിൻ്റെ പട്ടിണി മാറുകയുള്ളൂ. എന്നെപ്പോലെ ആയിരങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? ദോശയാണോ ഇഡ്ഡലിയാണോ? പറഞ്ഞോ. ദോശ. എനിക്ക് ഇഡ്ഡലിയാണ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ദോശ മോശമാണോ ഇഡ്ഡലി മോശമാണോ? അല്ല, കഴിക്കുന്ന. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറുക. അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും ദോഷകരമായി ബാധിക്കുമ്പോൾ നമ്മളതിനെ പ്രതിരോധിക്കണം, ചെറുക്കണം. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഡീഗ്രേഡ് ചെയ്യാവുന്നൊരു അസുഖം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സാർ, അപ്പം ഇനിയുള്ള സാറിൻ്റെ സിനിമാ വിശേഷങ്ങളെക്കുറിച്ച്, പുതിയ സിനിമകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രേക്ഷകൻ്റെ മുന്നിലേക്ക് ഇനി ഏത് രൂപത്തിലാണ് സാറ് വരാൻ പോകുന്നതെന്നൊക്കെ അറിയാൻ എല്ലാവർക്കും ആഗ്രഹം കാണുമല്ലോ. ഏത് രൂപത്തിൽ? എന്തായാലും സ്ത്രീ രൂപത്തിലൊക്കെ വന്നു കഴിഞ്ഞു. ഇനി വേറെ രൂപത്തിൽ വരാനില്ല. കാരണം സിനിമ ഈ ആഴ്ച ഈ മാസം മാർച്ച് മാസം 3 സിനിമ, നൈറ്റ് ഡ്രൈവ്, പട, ഒരുത്തി, 3 സിനിമകൾ തിയേറ്ററിൽ നല്ല പ്രതികരണം ലഭിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഏപ്രിൽ മാസം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന CBI ഡയറിക്കുറിപ്പിൻ്റെ 5ാം പതിപ്പ് അത് ഇറങ്ങാൻ പോവുകയാണ്. പിന്നെ അനുരാധ ക്രൈം നമ്പർ എന്ന് പറയുന്ന സിനിമ എല്ലാം പണിയൊക്കെ കഴിഞ്ഞ് തിയേറ്ററിൽ വരാൻ വേണ്ടി, അങ്ങനെ കുറച്ച് കൊച്ചു സിനിമകളും അതൊക്കെ ആയിട്ട് വരികയാണ്. അല്ല, പുതിയ രൂപത്തിൽ വരാനൊന്നുമില്ല, ഇതേ രൂപത്തിൽ തന്നെയാണ്. ഓക്കെ സാർ, അപ്പം ഇതുപോലെ തന്നെ പ്രേക്ഷകൻ്റെ മനസ്സിൽ എന്നും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ കൊണ്ട് അവരുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ 2 ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ 5 വർഷത്തിനുള്ളിൽ കണ്ട മികച്ച ഒരു 5 സിനിമകളുടെ പേര് പറ. മലയാള സിനിമ. 5 മലയാള സിനിമ. ആലോചിക്കാൻ പാടില്ല. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടായിരുന്നു. പിന്നെ ഈ അടുത്തിടെ കണ്ട ചുരുളി നല്ല സിനിമയായിരുന്നു. ഒരുപാട് എനിക്കതിൽ ഭാഷയിലെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. ഒരുപാട് നല്ല പടമായിരുന്നു. അതുപോലെ തന്നെ ജല്ലിക്കെട്ട് നല്ല പടമായിരുന്നു. പിന്നെ പെട്ടെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പഴയ കാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട 5 സിനിമ. എനിക്ക് ഇന്നലെ സിനിമ വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ ഇഷ്ടമാണ്. പിന്നെ ഞാൻ പത്മരാജൻ സാറിൻ്റെ ഒരു ഫാനാണ്. ഇഷ്ടപ്പെട്ട 5 സംവിധായകർ. പത്മരാജൻ സാറിൻ്റെ ഇഷ്ടമാണ്, ഭരതൻ സാറിൻ്റെ ഇഷ്ടമാണ്. ലോഹിതദാസ് സാറിനെ ഞാൻ അധികം കണ്ടിട്ടില്ല, പക്ഷെ കണ്ടിട്ടുള്ള 1-2 പടങ്ങളൊക്കെ ഇഷ്ടമാണ്. പിന്നെ പ്രിയദർശൻ സാറിൻ്റെ പടങ്ങൾ ചിരിക്കാനും ആ രീതിയിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ ഇഷ്ടമാണ്. നിങ്ങൾ ഒരു സിനിമ കണ്ടാൽ ഫേസ്ബുക്കിൽ 1-ാം ദിവസം തന്നെ ആ സിനിമയെക്കുറിച്ച് കുറ്റങ്ങൾ എഴുതുമോ നല്ലത് എഴുതുമോ?
ഇല്ല, ഞാൻ ഇടാറില്ല. താങ്ക് യു സോ മച്ച്.